ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ എന്റെ സ്കിൻ കെയറിലും മേക്കപ്പിലൊക്കെ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഇതിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിയതെന്ന് നിങ്ങളെ കാണിക്കാനാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ആദ്യം ലിപ്സ് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിവിയയുടെ പൊമഗ്രാനൈറ്റിൻ്റെ ലിപ് ബാം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് ഫുള്ളും സ്കിൻ കെയർ ആണ്. അപ്പം ഞാനിവിടെ പ്ലമ്മിൻ്റെ റോസ് വാട്ടർ എടുത്തിട്ട് സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു ടോണറായിട്ട് ആക്ട് ചെയ്യും. അതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ഹൈലൂറോണിക് ആസിഡ് സിറം എടുക്കുക, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇതെൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബോട്ടിലാണ്. അതുകൊണ്ട് നിങ്ങളൊരു നല്ല ഹൈലൂറോണിക് ആസിഡ് നോക്കുവാണെങ്കിൽ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ അവീനോൻ്റെ ഡെയിലി മോയ്സ്ചറൈസർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്കിൻ പ്രെപ്പിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുവാണെങ്കിലും നമ്മൾ കഴുത്തിലും കൂടെ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസും പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഫുൾ ഫേസിൽ BB ക്രീമോ ഫൗണ്ടേഷനോ ഞാൻ പൊതുവേ അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് ഉള്ള മേക്കപ്പാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫൗണ്ടേഷൻ ബ്രഷ് അല്ല, എൻ്റെ കയ്യിലുള്ളൊരു ബ്രഷാണ്. പക്ഷേ ഇറ്റ് വർക്ക്സ് വെൽ. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞിലേതുപോലെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പം ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് വെച്ചിട്ട് നമ്മളിവിടെ ഒരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് കൊടുക്കുന്നത്. ഇത് അപ്പുറത്തെ കണ്ണിലും കൂടെ എഴുതിയതിന് ശേഷം സഫോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ക്രെം ലിപ്സ്റ്റിക്ക് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യാണ് ഗൈസ്. ഇതെനിക്ക് ലിപ്സിലിടുമ്പോൾ കുറച്ച് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു ലുക്ക് ഉള്ളതുകൊണ്ട് ഞാനിത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാണ്. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇച്ചിരി ഞാൻ ഓവറാക്കി ഇട്ടു. ഞാൻ ഓർത്തില്ല ഇത് ഒത്തിരി പിഗ്മെൻറ്റഡ് ആണെന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്, അപ്ലൈയിങ് ലിപ്സ്റ്റിക്. അപ്പോൾ ഞാനിവിടെ കളർ ബാറിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഈ ഷെയ്ഡിൻ്റെ പേര് വോണബി എന്നാണ്. ഷെയ്ഡ് നമ്പർ 98. ഇതൊരു അടിപൊളി ബ്രിക്ക് റെഡ് കളറാണ് ഗൈസ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അപ്പോൾ തന്നെ ലൈറ്റൻ അപ്പ് ആവും. എന്നിട്ട് ഞാൻ എഡ്ജസ് ജസ്റ്റ് വിരൽ വെച്ചൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കറുത്ത പൊട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംപ്ലീഷൻ വരുന്ന പോലെ തോന്നുന്നത്. എല്ലാം കഴിഞ്ഞു എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഹൈലൈറ്റർ ഇടാൻ മറന്നുപോയി. ഞാനിവിടെ യൂസ് ചെയ്യുന്ന NYBയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ്. പിങ്ക് ടോപ്പസ് എന്ന് പറയുന്ന ഷെയ്ഡിലാണ് ഇതുള്ളത്. ഇതൊരു അടിപൊളി സ്ട്രോപ്പ് ക്രീമാണ്. മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം വാങ്ങിക്കണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അത്രയും ഒരു സ്ട്രോപ്പ് ക്രീമിൽ ചിലവാക്കണോ എന്നുള്ളത് ഞാൻ ഇപ്പോഴും കോണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സ്ട്രോപ്പ് ക്രീം വാങ്ങിച്ചു. ഒത്തിരി യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് ഇത് സിമിലർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്ന്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. അപ്പം സാധാരണ നമുക്ക് ലൈറ്റ് മുഖത്ത് അടിക്കാൻ നേരത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്പോട്ട്സിൽ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മേക്കപ്പ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോ വച്ചേക്കായിരുന്നു, മുടിയൊന്ന് മുഖത്തോട്ട് വീഴാതിരിക്കാനായിട്ട്. അപ്പം നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മുടി ഒന്ന് സെറ്റ് ചെയ്യാം. എന്തൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞാലും മുടി പ്രോപ്പറായിട്ട് ഗ്രൂംഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ലുക്ക് വരുള്ളൂ. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രിഞ്ചസ് ചെറുതായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുടി പകുതി കേളിയും പകുതി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഗ്രൂംഡ് ലുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ജാമ്പവാനെക്കാട്ടി പഴക്കമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മൽ ഞാനിവിടെ ഇട്ട് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.